പൊയ്ക്കോ പൊയ്ക്കോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഡിങ്കിൾ അക്വേറിയത്തിൽ കയറിയേക്കുവാണ് കേട്ടോ. അയ്യോ, ബിഗ് ഓക്ടോപ്പസ്. ഓ മൈ ഗോഡ്. ദൂക്കടി സീ ബസ്. ഓ സീ ബ്രീം. സീ ബ്രീം അത് ഈ ഫിഷ്. അയ്യോ, ഒക്ടോപ്പസ്. വാവ്. അതെന്തുവാടി കുഞ്ഞു? സീ ഹോഴ്സ്. ആ, സീ ഹോഴ്സ്. ഓ, ബിഗ് ക്രാബ്. ഇതെന്താ പറയുന്നത് അറിയോ? സ്പൈഡർ ക്രാബ്. സ്പൈഡർ ക്രാബ്. കുഞ്ഞു, നമ്മള് വീഡിയോയിൽ കാണത്തില്ലേ, ടിവിയില്? ദേ നിന്റെ അടുത്ത് വന്നു കണ്ട. ആ, ക്യൂട്ട്. വാ, ഇവിടെ ഒരു അടിപൊളി സ്ക്രീൻ ഉണ്ട്. ഓ മൈ ഗോഡ്, വെയിൽ നോക്കി. വാവ്. അവിടെ ഫിഷ് വരും, ടച്ച് ചെയ്യുമ്പോ ഫിഷ് വരും. ഇവിടെ എന്ത് പടി കുഞ്ഞു? ഇത് കൊള്ളാലോ. ഇത് ഡേഞ്ചർ ഫിഷ് ആണ്. ഇത് ടാങ്കിൽ കൈയിടരുതെന്ന് എഴുതിയേക്കുന്നു. പിരാന പോലെ ഇരിക്കുന്നല്ലോ. അത് പിരാനയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആ, പിരാന. ഒന്നിവാറസാണ്. കുഞ്ഞുസിന്റെ അടുത്ത് ചോദിക്കുക, ഇതെന്തുവാ അടി കുഞ്ഞു? ഇതെന്തുവാ? അയ്യോ, വാ, ക്യൂട്ടാണല്ലോ. വാട്ടറോ? വാട്ടർ. ക്ലോ വാട്ടർ. ഏഷ്യൻ ഷോർട്ട് ക്ലോഡ്. കുഞ്ഞു, ഇതിനെ ഒരെണ്ണത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയാലോ നമുക്ക്? ക്യൂട്ടാണ്. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഇങ്ങോട്ട് കയറുക. ഇവിടെ ഞാൻ കയറട്ടെ? വന്നേ, നീ വന്നേ, ഇവിടെ നോക്കാം. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. ഇവിടെ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നമുക്ക് ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മറ്റേ ബട്ടർഫ്ലൈയും അങ്ങനെയുള്ള സാധനത്തെയൊക്കെ വെച്ചേക്കുന്ന ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നല്ല ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ഒരു ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ കയറിയപ്പോൾ തന്നെ നമുക്ക് ജാക്കറ്റ് ഊരാൻ തോന്നുക. പക്ഷെ നല്ല രസമുണ്ട്. ഇത് സെറ്റ് ചെയ്തേക്ക് നോക്കി. ആ, അരുളിച്ചെടി വെച്ചേക്കുന്നു. ശരിയാ. ഇവിടെ പേടിയാ കുഞ്ഞു. ഇവിടെ നമ്മള് കെയർഫുൾ ആയിട്ട് നോക്കണം. ദേ ഇരിക്കുന്നു ബട്ടർഫ്ലൈ, കണ്ട? ദേ, അയ്യോ, ഇത് മരിച്ചു പോയോ? ദേ, ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. ഇനി വേറെ നോക്കിയാൽ നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്യാം നമുക്ക്. കുഞ്ഞൂസിന് ഇങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര പേടിയാണ് കേട്ടോ. ബട്ടർഫ്ലൈ, ഈച്ച. നമ്മൾ അടുത്ത സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെ നമുക്ക് എന്താ ഉള്ളതെന്ന് നോക്കാം. ഓ, പെൻഗ്വിൻ. ഇതാ പെൻഗ്വിനാ. പല ടൈപ്പ് പെൻഗ്വിനുണ്ട്. വാവ്, നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാ പെൻഗ്വിനെ കാണുന്നത്. ആ, ഇല്ല, നമ്മൾ ഫോർട്ട് ഐലൻഡിൽ പോയപ്പോ കണ്ടായിരുന്നു അല്ലേ? ഇതാ വരുന്ന നോക്കടി കുഞ്ഞു. ഇത് നമ്മളെ നോക്കി വരുന്ന നോക്കി.
വരുന്നു കണ്ടോ, വരുന്നു. വാവ്, നമ്മള് ഫോട്ടോ ഐലൻഡിൽ കണ്ടില്ലായിരുന്നോ പെൻഗിനെ? ആ ഉണ്ടായിരുന്നു. ഓ വാവ്, കുഞ്ഞു സൂപ്പർ എക്സൈറ്റഡ്. ഇതെന്ത് പടി കുഞ്ഞു? വാവ്, നോക്കിയ അങ്ങോട്ട് നിർത്തേ, അങ്ങ് മാറി നിർത്തും. കേറിയ നിന്നെ ഒന്നും ചെയ്യത്തില്ല. ഓ മൈ ഗോഡ്, ഇത് നോക്കടി കുഞ്ഞു. വാ, അടിപൊളി. ദുബായ് മാളിലൊക്കെ പറയും. അത് ലോകത്തിലെ ഏറ്റവും വലിയത്. പക്ഷെ ഇതിന്റെ ഹെഡ് നോക്കി നല്ല രസമേ, നമ്മള് കടലിൽ പോയ പോലെ. ഇപ്പൊ ഷാർക്കിനെ വെയിറ്റ് ചെയ്യാം നമുക്ക്. കുഞ്ഞു കണ്ടോടി ഷാർക്കിനെ? കണ്ടോ, അത്രയും വലിയതാ ഷാർക്ക്. കണ്ടോ നീ? ഇതൊക്കെ ക്യൂട്ട് ഫിഷ്. എന്താ അത് കൊള്ളാല്ലോ. അതിലെന്ത് പടി കുഞ്ഞു? ആഹാ, ഇത് നോക്കടി കുഞ്ഞു. ഇത് കണ്ടോ, നിന്റെ അടുത്ത് വരും. കണ്ടോ ചെന്ന കണ്ടോ, നിന്നെ തൊടാൻ വരുന്ന കണ്ടോ? കണ്ടോ? വാവ്, ചാടിക്കറി. ക്യൂട്ടാണ്. Look, on the floor here. Your favorite. Stingray. That's not my favorite. That's not my favorite. Is it? Okay. ദേ വരുന്നു വെച്ചു. ദേ രണ്ടെണ്ണം വരുന്നു. കടിക്കില്ല അത്. സ്റ്റിംഗ് റൈസിനെ ഫീഡ് ചെയ്യുവാണേ. So skates are actually ambush predators. This is why I'm bringing them down to their level. But these guys in the wild, they're actually ഫുഡ് കഴിക്കുന്നുണ്ടോ? so they're flat like എന്നോട് ഫുഡ് കഴിക്കുന്നത്
ആ ഫിഷിനെ കഴിച്ചേണ്ടോ? ഇത് ശരിക്കും സ്റ്റിംഗ് റൈസ് അല്ല, സ്റ്റിംഗ് റൈസിന്റെ ഒരു ഡിസ്റ്റന്റ് കസിനാണ്. എത്ര ഓ ഫൈറ്റ് ആയി. കഴിച്ചു ഫ്രണ്ട്സ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ നമുക്ക് ഷോപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആവശ്യത്തിന് നമുക്ക് സുവനിയേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ക്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങാം. അത് വേണോ? വാങ്ങാം. കുട്ടികളുടെ ടോയ്സ്. അപ്പോൾ നമ്മളൊരു സുവനിയേഴ്സ് നോക്കുവാണേ, സുവനിയർ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ. നമ്മളിവിടെ ആദ്യം കയറിയിട്ട് ഒരു സൂപ്പ് ഓഫ് ദി ഡേ ഓർഡർ ചെയ്തു കേട്ടോ. ഇവിടെ കണ്ടോ ഒരു സ്പെഷ്യാലിറ്റി. ഇവിടെ കണ്ടോ, ഇവിടെ ഡിങ്കിൾ ഇവരുടെ എന്നൊരു ഡിങ്കിൾ ജിൻ എന്ന് പറഞ്ഞിട്ടൊരു ജിന്നുണ്ട്. അപ്പോൾ ഇവർ വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നത് ആ കുപ്പിയിലാണ്. ഡിങ്കിൾ ജിൻ. നമ്മുടെ സൂപ്പാണ് ഫസ്റ്റ് വന്നേക്കുന്നത്. നമ്മൾ സൂപ്പ് കഴിക്കാൻ പോകാം കേട്ടോ. കുഞ്ഞൂസ് ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇന്ന് കുഞ്ഞൂസിൻ്റെ ദിവസമാണ്. വീട്ടിലൊക്കെ വിളിക്കുക നമ്മൾ. പറഞ്ഞു ഫ്രണ്ട്സ്, നമ്മൾ ഓർഡർ ചെയ്തത് ടർക്കി ആൻഡ് ഹാമാണ്. ഇത് കുഞ്ഞൂസിനൊരു പോപ്കോൺ വാങ്ങിക്കൊടുത്തു. പിന്നെ കുഞ്ഞൂസിന് ചിക്കൻ ഗോജൂൺസ് ഉണ്ട് ആൻഡ് വാട്ടർ, ഐസ് ഇട്ട വാട്ടർ. എല്ലാം ചെയ്തെന്തോടി സ്ക്യൂഡാണല്ലേ, കലമാരി എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ സോസും ചിപ്സും എല്ലാം നല്ല ടേസ്റ്റ്. ഇത് നല്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോകാം കേട്ടോ. അപ്പം ടർക്കി ആൻഡ് ഹാം ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാൻ പോവാം. അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഫ്രണ്ട്സ്, ഞങ്ങളപ്പം ഡിങ്കിളിൽ നിൽക്കുവാണേ. ഇന്ന് ഫയർ വർക്ക് ഉണ്ട് ന്യൂ ഇയറിൻ്റെ. അപ്പോൾ കുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേയും അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ ആഘോഷിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫയർ വർക്ക് കാണാനായിട്ട് ഡിങ്കിൾ മറീനയിൽ വന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത് 8 മണിക്കാണ്. അപ്പോൾ ഇതോടെ കഴിഞ്ഞിട്ട് നമ്മൾ ഞങ്ങളുടെ ഹോളിഡേ ബുക്ക് ചെയ്തേക്കുന്ന ലോഡ്ജിലേക്ക് പോകും കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് ഇവിടുത്തെ ഫയർ വർക്ക് എങ്ങനെ ഉണ്ടോ. ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാറായി. യെസ്. Happy New Year.
അടിപൊളിയായിരുന്നു. കുഞ്ഞു ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഫ്രണ്ട്സ്, നമ്മളിപ്പം പബ്ബിൽ വന്നിരിക്കുവാണ് ന്യൂ ഇയറിന്റെ സെലിബ്രേഷനൊക്കെ ആയിട്ട്. പറഞ്ഞോ കുഞ്ഞു, പറഞ്ഞോ. ഇതെന്തുവാ? ഡോൾഫിനാ. ഇത് കുഞ്ഞുസിന് നമ്മുടെ കൂടെ. ഇത് കുഞ്ഞുസിന് നമ്മൾ ഒരു ലോഡ്ജല്ലേ ബുക്ക് ചെയ്തത്. അപ്പം നമ്മുടെ അപ്പുറത്തെ ഒരു റൂമിലെ ഒരു ആന്റി ഉണ്ടായിരുന്നു കേട്ടോ. അവര് കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ. യെസ്, ബർത്ത്ഡേക്ക് നമ്മുടെ അപ്പുറത്തെ ആന്റി കൊടുത്ത, ലോഡ്ജിൽ താമസിച്ച അപ്പുറത്തെ റൂമിലുള്ള ആന്റി കൊടുത്ത ഗിഫ്റ്റാണ്. നമ്മൾ കേക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്കും അവർക്കൊക്കെ കൊണ്ടുപോയി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതായിട്ടൊരു ചെറിയ ക്യൂട്ട് പെൻഗിനെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. കൊള്ളാല്ലേ? അപ്പോൾ നമ്മൾ പെൻഗിന. ഓക്കെ. ഇപ്പം ഞങ്ങളുടെ ലോഡ്ജിൻ്റെ അടുത്ത് തന്നെയുള്ള പബ്ബിൽ ഞങ്ങൾ ഇരിക്കുവാണ്. ഇവർ തന്നെയാണ് നമ്മുടെ ലോഡ്ജ് ഓൺ ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒരു 10 സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചാൽ മതി നമുക്ക് ലോഡ്ജിലോട്ട് കയറാൻ. അപ്പം ഇന്ന് ന്യൂ ഇയറിൻ്റെ ചെറിയ മ്യൂസിക്കൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ സ്ലീപ്പ് ചെയ്യും. നാളെ ചെക്ക് ഇൻ ചെയ്യും. ന്യൂ ഇയർ ഇനിയിപ്പോൾ 2 മണിക്കൂറൂടെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ രാവിലെ ചെക്ക് ഇൻ ചെയ്യും. 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യും. അപ്പം നമുക്ക് എന്തായാലും എൻജോയ് ചെയ്യാം കേട്ടോ. കുഞ്ഞിന് വേറൊരു ഗിഫ്റ്റ് കൂടെ കിട്ടി കേട്ടോ. ഇത് ഞങ്ങൾ ശരിക്ക് ലോഡ്ജിൽ നിൽക്കുന്ന അവിടുത്തെ ഓണറിൻ്റെ വൈഫ് തന്ന ഗിഫ്റ്റാണ്. അപ്പം ഞങ്ങൾ രാവിലെ കുഞ്ഞുസിൻ്റെ കേക്ക് കട്ട് ചെയ്ത സമയത്ത് അവരെ കണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചുറ്റും 10 പേരുടെ 10 പേരെ അവള് തന്നെ അട്രാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മള് ഇവരെ എല്ലാവരും റൂമിൽ വിളിച്ചുകൊണ്ട് വന്ന് ഡെക്കറേറ്റ് ചെയ്ത് മൊത്തം കാണിച്ച് ഭയങ്കര എക്സ്പ്രസീവ് ആയിരുന്നു. അപ്പൊ ചെറിയൊരു ഗിഫ്റ്റ് കുഞ്ഞൂസിന് കൊണ്ടുതന്ന് അടിപൊളിയെ. അങ്ങനെ 2 പേര് നമ്മളറിയാത്ത സ്ഥലത്ത് വന്നിട്ട് നമുക്ക് കുഞ്ഞൂസിന് 2 പേര് ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. ഒരു ഡോൾഫിനും കിട്ടി, അത് മറ്റേ ആൻറ്റി തന്നെ. ഇവിടെ നമ്മൾ പബ്ബിനകത്ത് ഇച്ചിരി ഒതുങ്ങിയ ഒരു സ്ഥലത്ത് വന്നിരിക്കുവാണ്. നമ്മളിരുന്ന സ്ഥലത്ത് ലൈവ് മ്യൂസിക് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വന്നു. അപ്പം ഞങ്ങൾ ഇച്ചിരി അകത്തോട്ട് കയറിയിരിക്കുക. ഇവിടെ നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫയർ വർക്കൊക്കെ കണ്ടിട്ട് 8 മണിക്കായിരുന്നു നമ്മുടെ ഫയർ വർക്ക് അല്ലടി. ഫയർ വർക്കൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ റിലാക്സ് ചെയ്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോകും കേട്ടോ. വീട്ടിലെന്ന് വെച്ചാൽ നമ്മുടെ ലോഡ്ജിൽ പോവും. അത് കഴിഞ്ഞ് നാളെ 11 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യും കേട്ടോ.